എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ജീവിതത്തിൽ നിരവധി തവണ ഓവർ തിങ്കിങ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം പോലും വലിയൊരു ഭാരമായി നമുക്ക് തോന്നും. എന്നാൽ ഈ ഓവർ തിങ്കിങ് ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ഇന്ന് നമ്മൾ അമിതമായി ചിന്തിക്കുന്ന 5 തരം ആളുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദി പെർഫെക്ഷനിസ്റ്റ് അഥവാ എല്ലാം മികച്ചതാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർ ഏതൊരു കാര്യവും ചെയ്യുന്നത് ഏറ്റവും മികച്ചതാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. ഒരു ചെറിയ തെറ്റ് പോലും അംഗീകരിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. ഈ സ്വഭാവം ചിലപ്പോൾ നല്ലതാണ്, കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് മികച്ചതാക്കാൻ സഹായിക്കും. എന്നാൽ ഇവർ ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് അത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ വിഷമിച്ച് സമയം കളയുകയും ചെയ്യും. ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഓരോ വാക്കും ഒന്നോ അതിലധികമോ തവണ മാറ്റി എഴുതും. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഓരോ വരയും ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പുവരുത്താൻ അവർ വീണ്ടും വീണ്ടും തിരുത്തും. ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ഇവർ ഒരുപാട് സമയമെടുക്കും. ഇത് പലപ്പോഴും കാര്യങ്ങൾ നീട്ടിവെക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യും. പെർഫെക്റ്റ് ചിന്താഗതി പലപ്പോഴും സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും. ഇവർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം കുറയുകയും മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഭയപ്പെടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ വിഭാഗം ദ വോറിയർ അഥവാ എപ്പോഴും ആകുലപ്പെടുന്നവരാണ്. ഇവർക്ക് എപ്പോഴും ഭാവിയിൽ സംഭവിക്കാനിടയുള്ള മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പേടിയുണ്ടാകും. ചെറിയൊരു അസുഖം വന്നാൽ അത് വലിയൊരു രോഗമായി വളരുമോ എന്ന് ഇവർ ചിന്തിച്ചു കൂട്ടും. ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നോർത്ത് അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും മോശം വശങ്ങൾ ഇവർ മുൻകൂട്ടി കാണും. ഇത് ഇവരുടെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ടാക്കും. എന്തായാലും എന്താവും എന്ന ചോദ്യം ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇവരുടെ അമിത ചിന്തകൾ പലപ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. ഈ ചിന്തകൾ ഇവരെ പ്രസന്റിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ഇത് അവരുടെ മാനസികാരോഗ്യത്തെയും ഓരോ ദിവസത്തെയും ദോഷകരമായി ബാധിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് വലിയൊരു പ്രശ്നമായി തോന്നും. ഇത് ഇവരുടെ സന്തോഷം കെടുത്തുകയും ചെയ്യും. മൂന്നാമത്തെ ദി റിവ്യൂവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നവർ എന്നതാണ്. ഇവർ എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഒരാളോട് എന്തെങ്കിലും സംസാരിച്ചാൽ അതങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് അവർ പിന്നീട് ചിന്തിച്ച് വിഷമിക്കും. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഓരോ ഉത്തരവും ശരിയാണോ എന്ന് ആലോചിച്ച് ഇവർക്കൊരു സ്വസ്ഥതയുണ്ടാകില്ല. സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ച് ഇക്കൂട്ടർക്ക് എപ്പോഴും സംശയമുണ്ടാകും. കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്, എന്നാൽ ഈ വിഭാഗത്തിലുള്ളവർ അതിൽ കുടുങ്ങിക്കിടക്കും. ഇത് മുന്നോട്ട് പോകാനുള്ള അവരുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ഇവരെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതും ഇവരുടെ ചിന്തകളെ സ്വാധീനിക്കും. കഴിഞ്ഞ കാര്യങ്ങളെ തിരുത്താൻ കഴിയില്ല എന്ന സത്യം ഈ വിഭാഗത്തിലുള്ളവർ പലപ്പോഴും മറന്നു പോകുന്നു. നാലാമത്തെ വിഭാഗം ദി അനലൈസർ അഥവാ കാര്യങ്ങളെ ഓവറായി വിശകലനം ചെയ്യുന്നവരാണ്. ഇവർ ഏതൊരു കാര്യത്തെയും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കും. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിൻ്റെ എല്ലാ വശങ്ങളും സാധ്യതകളും പരിഹാരങ്ങളും ഇവർ ഒരുപാട് സമയമെടുത്ത് വിശകലനം ചെയ്യും. ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് ഒരുപാട് സമയമെടുക്കും, കാരണം എല്ലാ ഓപ്ഷനുകളും ഇവർക്ക് ഒരുപാട് പ്രാവശ്യം പരിശോധിക്കണം. ഒരു പുതിയ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഓരോ ഘട്ടം ഇവർ വിശദമായി പഠിക്കും. ഈ സ്വഭാവം ചില സമയങ്ങളിൽ നല്ലതാണ്, കാരണം അത് നന്നായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കും. എന്നാൽ അമിതമായ വിശകലനം പലപ്പോഴും കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസം വരുത്തും. എല്ലാത്തിലും ബെറ്റർ തീരുമാനം എടുക്കണം എന്ന ചിന്ത ഇവർക്ക് വലിയൊരു ഭാരമായി അനുഭവപ്പെടും. ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് കഴിയാതെ വരും. അഞ്ചാമത് ദ സെൽഫ് ഡൗട്ടർ ഇക്കൂട്ടത്തിൽ സ്വന്തം കഴിവുകളിൽ സംശയമുള്ളവരാണ്. ഇവർക്ക് സ്വന്തം തീരുമാനങ്ങളിലും കഴിവുകളിലും എപ്പോഴും സംശയമുണ്ടാകും. ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നിവർ ചിന്തിച്ച് ആകുലപ്പെടും. മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ എന്നിവർ സ്വയം ചോദിക്കും. സ്വന്തം തെറ്റുകൾ ഇവർക്ക് വലിയ ഭാരമായി തോന്നും. മറ്റുള്ളവർ ഇക്കൂട്ടരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിന് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകും. ഈ സംശയങ്ങൾ ഇവരെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്നും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. ഞാൻ ഓക്കെ അല്ല എന്ന ചിന്ത ഇവർക്ക് വലിയൊരു മാനസിക പ്രശ്നം സൃഷ്ടിക്കും. ഇത് ആത്മവിശ്വാസം കുറയ്ക്കുകയും പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ 5 വിഭാഗങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നുണ്ടോ? അമിത ചിന്ത ഒരു സാധാരണ കാര്യമാണ്, എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്.
മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത്, ചിന്തകളെ എഴുതി വെക്കുന്നത്, വ്യായാമം ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നത് എന്നിവയെല്ലാം അമിത ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ അവസ്ഥയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.